ഞാൻ ബാംഗ്ലൂരുള്ള ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ബാംഗ്ലൂർ ആ ഒരു ടൈം പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊറോണനെക്കാട്ടും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടായ ടൈം പീരീഡ്. ഞാൻ ശരിക്കും ഒരു കോർപ്പറേറ്റ് വേൾഡിലാണെന്നുള്ളത് മനസ്സിലായത്. എന്നുവെച്ചാൽ ബാംഗ്ലൂർ ഞാൻ പോകുന്നത് ഫ്ലവറിൻ്റെ ഷർട്ടും വൈബും ചില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. പിന്നെയാണ് കുറേ കാര്യങ്ങൾ. രാവിലെ കോളേജിൽ പോവും, പഠിക്കാൻ പോവും, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി 11 മണിയാകുമ്പോൾ കഴിഞ്ഞ് നേരെ റൂമിൽ വരും, വെട്ടിയിട്ട പോലെ കിടക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പോൾ റൂമിലും ആരുമില്ല, ഇക്കന്മാരൊക്കെ ഉണ്ട്. ഇക്കന്മാരെല്ലാം ഓരോ പണിക്ക് പോകാണ്ട് രാവിലെ പോകും, വൈകുന്നേരം വരും, കിടന്നുറങ്ങും. അതാണ് ഓരോ റുട്ടീന്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാലം വെറുതെ ഇരുന്ന്, കുറച്ച് കാലം മീൻസ് ഒരു 1 മന്ത് അല്ല, ഒരു 3 വീക്സ് അത്ര ഞാൻ വെറുതെ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, എനിക്ക് മനസ്സിലാവും, എനിക്ക് പണി വേണം, സമയമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു പണി വേണം എന്നുള്ളത്. ഡിസൈനിൻ്റെ പണി അങ്ങനെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഫ്രീലാൻസിങ്ങിൻ്റെ കണക്ഷൻസോ ഇപ്പോൾ ഉള്ള പോലെ ലിങ്ക്ഡിൻ ഉണ്ട് കേട്ടോ. എനിക്കപ്പോൾ ലിങ്ക്ഡിൻ എവിടുന്ന് നമുക്ക് കിട്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അറിയില്ല, ഇതെങ്ങനെ പരിപാടി എന്നറിയില്ല. ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കണ്ട് പേടിയാവും. അപ്പോൾ ഇങ്ങനെ നിൽക്കും. ഇൻസ്റ്റഗ്രാമിലൊന്നും വർക്കിൽ ഷോക്കേസ് ചെയ്യലുണ്ട്, എന്നാലും കുറവാണ്, എൻക്വയറീസ് കുറവാണ്. ലൈക്ക് ഫ്രീലാൻസിങ് എന്നുള്ളൊരു കൾച്ചറില്ല, അപ്പോൾ നല്ലോണം കുറവാണ്. അങ്ങനെ ഓക്കെ, ഞാൻ മെല്ലെ എനിക്ക് എന്തെങ്കിലും ജോബിന് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. ഡിസൈനിങ് അവിടെ പഠിച്ചോട്ടെ, എന്തെങ്കിലും ജോബിന് പോകാമല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഞാൻ എന്ത് ചെയ്ത് മക്ഡൊണാൾഡ്സിൽ ജോബിന് കയറി. മക്ഡൊണാൾഡ്സിൽ പോയി ഇക്കാനോട് പറഞ്ഞ് ഇക്കാക്ക് ജോബിന് വേണമെന്ന് പറഞ്ഞാൽ ഓനിക്കെന്തിനാ ഓനി വെറുതെ എടുക്കുന്നു, ഉറങ്ങി ചില്ലാക്കി നടന്നോ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ എനിക്കും ഒരു മോശമല്ലേ ഇക്കന്മാരിങ്ങനെ കഷ്ടപ്പെട്ട് വൈകുന്നേരം വരുമ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ ഭയങ്കര ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് എന്നുള്ളതല്ല, ഓരോ ഏജ് എന്ന് പറയുന്നത് സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളത്. അങ്ങനെ പോയി ഫസ്റ്റ് CV കൊണ്ട് പോകുന്നുണ്ട്. CV കൊണ്ടുപോയി ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഡിസൈനിങ്ങിന് വേണ്ടി ഞാൻ CV ഉണ്ടാക്കിയിട്ടില്ല. CV ഉണ്ടാക്കിയത് മക്ഡൊണാൾഡ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ CV ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ലൈക്ക് ഇതേപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കന്നഡ സംസാരിക്കുന്ന ആൾക്കാർ. ഞാൻ കന്നഡ കുറച്ച് പഠിച്ചതാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കന്നഡ, പിന്നെ മാനേജർ ഇംഗ്ലീഷിൽ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ലോക്കൽസ് ആയിരിക്കും അവിടുത്തെ. അങ്ങനെ പോയിട്ട് ഫസ്റ്റ് ഡേ അവർ പറഞ്ഞത് എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ റെസ്യൂമിൽ ഉണ്ടായത് ഗ്രാഫിക് ഡിസൈൻ എന്നാണ്. അപ്പോൾ ഓരോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്കിവിടെ ഡിസൈനിങ് പരിപാടി വരില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മളിവിടെ വേറൊന്നുണ്ട്, കലണ്ടറുണ്ട്, മന്ത്ലി കലണ്ടർ. അപ്പോൾ നിങ്ങൾക്കത് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യാം, നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആളെ എനിക്ക് കാണിച്ചു തന്നു ആ ഡിസൈൻ. ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഓക്കെ ചിലപ്പോൾ പ്രിൻ്റ് എടുത്തിട്ട് സാധനം ആയിരിക്കും. പക്ഷെ പരിപാടി അതല്ല, ചാർട്ടിൽ സാധനം മുറിച്ച് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യിപ്പിക്കൂലേ, അതാണ് സംഭവം. എന്തോ മന്ത്ലി കലണ്ടർ പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു സംഭവം. അത് ടീമിൻ്റെ ഇടയിൽ എന്തോ ടീം ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പം ഞാൻ നോക്കാം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇതാക്കിയിട്ടില്ല. നാളെ മുതൽ ജോബിന് വന്നു എന്ന് പറഞ്ഞേ. ഫസ്റ്റ് തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ബർഗർ ഉണ്ടാക്കുന്നിടത്ത് കൊണ്ടുപോയി. അപ്പം ഞാനും അല്ല ഡിസൈനർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. ഡിസൈൻ അവിടെ പോയി പഠിക്കാൻ വരാ കഴിഞ്ഞ് 12 എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഷിഫ്റ്റ്, 11 മണി വരെ. 1 മണിക്ക് തുടങ്ങിയിട്ട് 11 മണി വരെ ഷിഫ്റ്റ് രാത്രി. അപ്പോൾ 2 ബർഗർ കിട്ടും, ഭയങ്കര രസമാണ്. ഫസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് ദിവസം അത് ഞാൻ വിചാരിച്ചെന്താ, മെയിൻ ബർഗർ ഉണ്ടാക്കുന്നിടത്ത് തന്നെ നിർത്തിച്ച. ബാക്കി എല്ലാവരും അത് തന്നെ നോൺ വെജിലാണ് നിർത്തിച്ച. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ, നോൺ വെജിൽ നല്ല പണിയാണ്. മെയിൻ അവിടെ കുക്ക് ചെയ്യേണ്ട ആൾ ഞാനാണ്. കുക്ക് ചെയ്യാനൊന്നുമില്ല, ലൈക്ക് പാറ്റി എടുത്തിട്ട് ഇടുക, ബണ്ണിടുക, ലെറ്റസ് ഇടുക, അതേ ഉള്ളൂ. പക്ഷെ എന്നാലും ആടെ 2 ഇതാണുള്ളത്. ഒന്ന് നോൺ വെജ്, ഇപ്പുറത്ത് വെജ്, പിന്നെ ക്ലീനിങ് ഉണ്ടാവും, പിന്നെ മെയിൻ കൗണ്ടറിലുണ്ടാവും. കൗണ്ടറിലെല്ലാം തിരക്കുണ്ടാവും. അതേപോലെ ഇപ്പുറത്തുണ്ടാവും, അവിടെ ഓടണം ഇവിടെ ഓടണം. അറ്റ് ടൈം 2 സാധനങ്ങൾ വരും, ഫ്രീസറിലേക്ക് ഓടണം, ഫ്രീസർ അടക്കം ലോക്കാവും, അങ്ങനത്തെ സീനാണ്. അങ്ങനെ ഇത് പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ സാധനം രണ്ടാമത് ഇടണം, ഇതിടണം, ഭയങ്കര എന്തൊക്കെയോ ഇതാണ്. അവിടുത്തെ റൂൾസും പരിപാടികളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് ലൈക്ക് ഈ സാധനമൊക്കെ ചെയ്തു. പിന്നെ ഒരു ചിൽഡ്രൻസ് ഡേ വന്നിട്ടോ, അന്ന് എനിക്ക് മനസ്സിലായി ഈ നാട്ടിൽ ഇത്രയൊക്കെ പിള്ളേരുണ്ടെന്ന്. ഏറ്റവും മോനെ പിള്ളേരെല്ലാം ഇങ്ങനെ, അതെൻ്റെ കോളേജിൻ്റെ സൈഡാണ്, രാമയ്യ കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഓടി വരും. ഉച്ചയ്ക്ക് ശേഷം പോവാം, 1-2 മണിക്ക് ആ ഒരു ടൈമിനാണ് വരാം. അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഓടി വരും, വന്നിട്ട് പാരൻസിനൊക്കെയാണ് വരാം. ഒരു ഓഫർ ഉണ്ടാവും. അപ്പോൾ ആ ഓഫറിൻ്റെ ടൈമിനൊക്കെ ഭയങ്കര ടഫാണ്, നല്ല പണിയാണ്. അത് കഴിഞ്ഞ് സെറ്റായി. അതിന് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം അവിടെ പോയി.
അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫ്രീലാൻസിങ് വർക്ക് വന്നു. ഫ്രീലാൻസ് വർക്ക് മീൻസ് എൻ്റെ അത് വന്നു വെച്ചാൽ എൻ്റെ കസിൻ തന്നെയാണ്. കസിന് ഫ്രീലാൻസിങ് പോലെയല്ല ശരിക്കും പറഞ്ഞാൽ. ഓൻ തന്നത് ഇങ്ങനെ നീ ചെയ്തു നോക്കുക എന്നുള്ള രീതിക്ക് തന്നതാണ്. അപ്പോൾ ലൈക്ക് ഓൻക്കും ഓൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇവിടെ തരണം അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു സാധനം ഇല്ല. ഓൻക്കൊരു ഏജൻസീനെ ഏൽപ്പിച്ചാൽ മതി, അതാണ്. ഓൻ വെറുതെ ആളില്ലാത്തപ്പോൾ എനിക്ക് തന്നതാണ്, അങ്ങനെ തന്നതാണ്. ഞാൻ ചെയ്ത് കൊടുത്ത് ഓൻക്ക് ഓക്കെ ആയി. അങ്ങനെ അത് ഓൻ്റെ ഒരു ലൈക്ക് ഓൻ്റെ മൊത്തം ടീമിൻ്റെ സാധനങ്ങൾ ഞാൻ ചെയ്യുന്നതായി. അങ്ങനെ വേറൊരു കസിൻ ഉണ്ടായിരുന്നു, ഓൻ്റെ ഇതിലേക്ക് ഞാൻ ജോബിന് കയറി. ഓൻ്റെ ഇതേപോലെ തന്നെ ഓൻ കൺസൾട്ടിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആടെ ബിൽഡിങ് എടുത്ത് എല്ലായി. അവിടത്തേക്ക് നേരെ ഷിഫ്റ്റായി ഞാൻ പോയി, ഡിസൈനറായിട്ട് പോയി ആടെ തുടങ്ങിയ ജോബ്. പക്ഷെ ആദ്യം ജോബ് ചെയ്തുകൊണ്ടാണ് പഠിക്കണം എന്നുള്ളൊരു സാധനം വന്നത്. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ പോയി സെറ്റായി. അപ്പോൾ ഫ്രീലാൻസിങ് കുറേ വർക്കുകൾ എടുക്കാൻ തുടങ്ങി, കണക്ഷൻസായി. അതാണ് കണക്ഷനാണ് എനിക്കൊന്ന് അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നാട്ടുകാരെ ഫോണിൽ ഇങ്ങനെ ഡിസൈനറിന് സേവ് ആക്കി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം ലൈക്ക് എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ആവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഭയങ്കര സേഫ് സോണിലാണ് ഉള്ളത് എന്നുള്ളത്. ഭയങ്കര സേഫ് സോണിലാണ് ഞാൻ ഉള്ളത്. എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അക്കാഡമിയിൽ നിന്ന് അങ്ങനെ കിട്ടുന്നില്ല, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. അതൊരു ട്രഡീഷണൽ ഡിസൈനിങ് സ്കൂളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നി. ആ സമയത്താണ് ഞാൻ ആ സമയത്തല്ല, ഞാൻ കുറേ മുമ്പേ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹാരിസ് ഖാനെ കുറേ മുമ്പ് ഫോളോ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഹാരിസ് ഖാൻ്റെ വീഡിയോസ് ഇഷ്ടം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാരിസ് ഖാൻ്റെ സ്റ്റോറീസ് റെവല്യൂഷണറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കാസർഗോഡ് മാത്രമല്ല കേരളത്തിൽ മൊത്തം. അപ്പോൾ ഈ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, രാത്രി പാട്ടുപാടി ക്യാമ്പ് ഫയറും പരിപാടിയും, പാട്ടുപാടുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇവൻറ്റ്സ് പരിപാടികളൊക്കെ. അത് കണ്ടിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അറിയുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴുള്ള പോലെ ക്യാമ്പ് എന്നുള്ള സംഭവമേ ഇല്ല. ആൾക്കാരെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവൻറ്റ്സ് പരിപാടി ഇല്ല. അങ്ങനെ എനിക്കപ്പോൾ ഹാരിസ് ഖാനെ നോട്ടീസായി. ഹാരിസ് ഖാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ കഥ പറയുന്നുണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈ റീൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓക്കെ, ഇയാൾ സെറ്റാണ്, നൈസ് മെമ്പറാണ്. നമ്മളൊരു ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ പ്രോസസ്സിനോട് വിശ്വസിക്കണം എന്നുള്ളത്. ഞാൻ വിശ്വസിച്ചത് മൂപ്പരെ പ്രോസസ്സ് അടിപൊളിയാണെന്നുള്ളത് എനിക്കറിയാം, ആ സാധനം അറിയാം. അങ്ങനെ മൂപ്പര് ഞാൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ചെയ്യുന്ന വർക്ക് ഉണ്ടാവും, വെറുതെ ബോറടിക്കുന്ന സമയത്ത് ചെയ്യുന്ന, ഈ കൊറോണൻ്റെ സമയത്ത് കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയാണ്, ഒരിക്കലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റണം. എന്തിനാ അറിയാം, ആ ക്യാമ്പ് ഫയറിൽ ഇരിക്കാനാണ്, അങ്ങനത്തെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് എനിക്ക് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായത്. പിന്നെ ഇയാളടുത്ത് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഓക്കെ, ഞാനിങ്ങനെ കുറേ വർക്കെല്ലാം ചെയ്തിട്ട് വെറുതെ മൂപ്പർക്ക് അയച്ചു കൊടുക്കും വാട്സപ്പിൽ. മൂപ്പര് മാത്രമല്ല കേട്ടോ, വേറെ ലൈക്ക് നമുക്ക് കണക്ഷൻസ് ഉള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, വെറുതെ വർക്ക് അയച്ചു കൊടുക്കും. നമ്മൾ വെറുതെ ചെയ്ത്, ഇപ്പോൾ കൊറോണക്ക് മൂവ്മെന്റ് മാർക്കറ്റിംഗ് എല്ലാം ചെയ്തിന്, കൊറോണൻ്റെ സമയത്ത് സ്റ്റേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അപ്പോഴാണ് നമുക്ക് വർക്ക് വരാം. മോശം പഠിച്ചിട്ടായിട്ട് ആ സാധനം അയച്ചു കൊടുത്ത്, പിന്നെ പോസ്റ്റർ ബ്രോഡ്കാസ്റ്റ് പോലെ അയച്ചു കൊടുക്കല, അത് നല്ല പരിപാടിയാ. അങ്ങനെ അയച്ചു കൊടുത്ത് അപ്പോൾ ഹാരിസ് ഖാൻക്ക് തോന്നി ഇങ്ങനെ ലൈക്ക് കിട്ടുന്നതിന്, കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈക്ക് കിട്ടുന്നതിന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഹാരിസ് ഖാൻ വാട്സപ്പിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, വി ആർ ഹയറിങ് എ ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞിട്ട്. ഐ ആം ഹയറിങ് ഗ്രാഫിക് ഡിസൈനർ പറഞ്ഞിട്ട്. ഇല്ല, ഏജൻസി ഇല്ല, ഒന്നുമില്ല, ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ മാത്രം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ സി വി അയച്ചു കൊടുത്ത് എൻ്റെ മൈൻഡിൽ വലിയ സെറ്റപ്പുള്ള വലിയ ആളാണെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിക്ക് എൻ്റെ മൈൻഡിലുള്ള. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് കോളാക്കി. ഞാനപ്പോൾ കുറേ ജോബിന് അപ്ലൈ ചെയ്തിട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ടാസ്കെല്ലാം ചെയ്തിന്, 2-3 ടാസ്കെല്ലാം ചെയ്തിന്. കസിൻ്റെ അടുത്തുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടിങ് പോസ്റ്റേഴ്സാണ്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തോന്നി, ഇമ്പ്രൂവ് ആവുന്നൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നല്ല, പഠിച്ചിന്, എന്നാലും ഇമ്പ്രൂവ് ആക്കണം. അപ്പോൾ ഇതേപോലെ ഹാരിസ് വിളിച്ചിട്ട് എനിക്ക് ഓഫീസിലേക്ക് തന്നെ പോകണം, നടക്കൂല, അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകണം എന്നുള്ള രീതിക്ക്. അപ്പോൾ ഓക്കെ, ഓഫീസിലേക്ക് വരാൻ പറ്റില്ല എന്തായാലും, ഇപ്പം എനിക്ക് സീനാണ്. അങ്ങനെ ഒഴിവാക്കി. 2ാമത്തെ ദിവസം വിളിച്ച്, പ്രശ്നമല്ല, ഈ വർക്ക് ഫ്രം ഹോം ചെയ്തോ, സമാധാനമായി. ഓക്കെ, ഹാരിസ് ഖാൻ്റെ ഒക്കെ വർക്ക് ചെയ്യാം ഇനി കുറച്ച് കാലം. അങ്ങനെ ഒരു 1 വീക്ക് ടെസ്റ്റ് ആയിരിക്കും, 1 വീക്ക് നീ നോക്കിക്കോ, എന്നിട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിക്കായി. അങ്ങനെ എൻ്റെ ജോബ് എങ്ങനെയാണ്, എൻ്റെ ലൈഫ് ആ ഒരു ടൈമിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ കോളേജ്, അത് കഴിഞ്ഞിട്ട് നേരെ
കസിൻ്റെ ഓഫീസിലേക്ക് പോകും. ബാംഗ്ലൂർ തന്നെ. 11 മണിക്ക് നേരെ പോയി 12 മണിയാകുമ്പോൾ അവിടെ ഓഫീസിൽ വൈകുന്നേരം ഒരു 7-8 മണി വരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഹാരിസ് ഖാൻ്റെ വർക്ക് ചെയ്യാനിരിക്കും. വീട്ടിൽ പോയിട്ട് ഒരു 2 മണി വരെ വർക്ക്. രാത്രി 2 മണി വരെ കുറേ ടൈം അങ്ങനെ ആയിരുന്നു. കുറേ ലൈക്ക് എനിക്കിപ്പോൾ മറ്റേ കസിൻ്റെ വിട്ടാൽ മതി, പക്ഷേ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഹാരിസ് ഖാൻ്റെ നമുക്ക് വിടാൻ പറ്റില്ല, എൻ്റെ ഫ്യൂച്ചർ അതാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആ ഒരു ടൈമിന് അങ്ങനെയായിരുന്നു വർക്ക്. പട്ടിപ്പണിയാണ്. പൈസ അല്ല അപ്പം മാറ്റർ. പൈസ എന്നുള്ളൊരു സാധനമില്ല. പൈസ അല്ല, നമുക്ക് ലൈക്ക് എന്തെങ്കിലും ഒന്ന് എവിടെയാണ് എൻ്റെ സേഫ് സ്പേസ് എന്നുള്ളത്, ലൈക്ക് എനിക്ക് ഇവിടെ നിന്നാലാണ് റൈറ്റ് ആവുക, ഇവിടെ നിന്നാലാണ് എനിക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഹാരിസ് ഖാൻ്റെ അടുത്ത് സംസാരിച്ച് വരുമ്പോൾ ഹാരിസ് ഖാൻ ഒരു ഇൻസ്പയറിങ് മനുഷ്യനാണെന്നുള്ളത് മനസ്സിലായി. ലൈക്ക് നമുക്ക് നമ്മളെ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാർട്ടാണ് ഹാരിസ് ഖാൻ എന്നുള്ളത്. എൻ്റെ ഒരു പ്രോസസ്സ്, ലൈക്ക് എൻ്റെ പ്രോസസ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരാളാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹാരിസ് ഖാനാണ് റോൾ മോഡൽ. ലൈക്ക് ഹാരിസ് ഖാൻ ഇപ്പം എങ്ങനെയാണുള്ളത്, എനിക്ക് അന്ന് ഞാൻ അങ്ങനെയാണ് കണ്ടത്. അയാൾ തന്നെ അയാളും ഒരു മാറ്റമില്ല, പക്ഷേ അയാൾ ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ കുറേ മാറ്റമുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുന്നതാണ്. ഹാരിസ് ഖാൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ റോൾ മോഡൽ. നല്ലോണം കഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിസ് ഖാൻ നല്ലോണം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിന്. ഇപ്പോഴാണ് മൂപ്പര് വർക്ക് ചെയ്യാനിരിക്കുന്നിടത്തുനിന്ന് വർക്ക് ചെയ്യാൻ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യായിരുന്നെങ്കിൽ നാളെ നമുക്കും ലൈക്ക് ആ ഒരു സാധനം പറ്റുന്നുള്ളത്, ഗൈഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഹാരിസ് ഖാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹാരിസ് ഖാൻ വിളിച്ചത് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ബ്ലൂ ടൈഗർ പോസ്റ്റേഴ്സാണ്, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറേ ക്ലയൻറ്റിന് നമ്മൾ പിച്ച് ഉണ്ടാക്കി രാത്രി ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് കുറേ ചീത്തൊക്കെ കേൾക്കും, സ്പെല്ലിങ് തെറ്റിക്കും, അലൈൻമെൻറ്റ് തെറ്റിക്കും. എപ്പോഴും പറയുന്നൊരു സാധനമാണ് അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റിൽ ഇപ്പോൾ പുലിയായി അലൈൻമെൻറ്റിൻ്റെ കേസ് പറയും. എനിക്ക് ഡിസൈൻ ഹാരിസ് ഖാൻ കേട്ടോ അലൈൻമെൻറ്റ് പഠിപ്പിച്ചെന്നാൽ അത് അങ്ങനെ പറയുള്ളൂ. ഹാരിസ് ഖാൻ നോക്കുമ്പോൾ ഓക്കെ ഇതൊരു യൂസർ കണ്ടാൽ ശരിയാവില്ല, നടക്കൂലേ, ഇതിങ്ങനെ അല്ലാന്ന് പറയും. അപ്പോൾ ആ രീതിക്ക് പറഞ്ഞിട്ട് അത് പഠിപ്പിച്ചെന്ന് തന്നെ പറയാം ആണെങ്കിൽ. അങ്ങനെ ഓക്കെ ആടെ സെറ്റായി. ഹാരിസ് ഖാൻ ഒരു ദിവസം വിളിച്ച് എനിക്ക് ഇങ്ങനെ ഓഫീസിലേക്ക് പോകണം, എനിക്ക് വരാൻ പറ്റുമോ, സീനുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു, എനിക്ക് ഇവിടെ പഠിക്കണ്ട, ഞാൻ വരാം. അങ്ങനെ ഞാൻ അവിടുന്ന് മതിയാക്കി വന്ന്. അപ്പോൾ ഏറ്റവും വലിയ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1.5 ലക്ഷം കൊടുത്തിട്ടാണുള്ളത് കോളേജിൽ. ആടുന്ന് മതിയാക്കിയിട്ടാണ് വരുന്നത്. ആടുന്ന് പഠിക്കുന്നിടത്തുനിന്ന് ഹാരിസ് ഇക്കന്മാർ സീനാക്കും, ലൈക്ക് അവർ ചോദിക്കും, അമ്മവും ചോദിക്കാൻ തുടങ്ങി, എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് സംഭവം, പരിപാടി നടക്കുമോ അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ആടെ ശരിയാവില്ല, അവിടെ ഭയങ്കര ട്രഡീഷണൽ ടീച്ചിങ് ആണ്, ഒന്നുമില്ല. അപ്പോൾ ഇക്ക പറയുന്നത് മായം കൂടി കവറാക്കിപ്പോ, അല്ലെങ്കിൽ ഇതും കൂടി കവറാക്കിപ്പോ. ഇക്ക മായല്ല, ബ്ലെൻഡർ ഉണ്ട്, ബ്ലെൻഡർ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചോളാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ട്രഡീഷണലാണ്, ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ലൈക്ക് ആടുന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഞാനൊരാളെ ട്രസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ റോൾ മോഡലാക്കണം എന്നുള്ളത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സിന് ഒരിക്കലും മനുഷ്യന്മാർ ഡിപ്പെൻഡാണ്, ഇമോഷണലി ആണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിലും. എനിക്ക് തോന്നിയത് ഞാൻ ലൈക്ക് കൂടുതൽ ഡിപ്പെൻഡഡ് ആണ്. ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എന്തിലാണ് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ മൂപ്പരെ ഡിപ്പെൻഡഡ് ആവാം, മൂപ്പരെ എനിക്ക് റോൾ മോഡലാക്കുക എന്നുള്ളത്, എൻ്റെ പ്രോസസ്സിന് ഹാരിസ് ഖാൻ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് തോന്നിയതൊക്കെ ആ ഒരു സാധനം. അപ്പോൾ